ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രമല്ല, ഈ അഗ്രഹാരത്തിന് കാഴ്ചയിലും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ കണ്ണിൽ പെടുക, നമ്മൾ ശ്രദ്ധിക്കുക, ഈ അടുത്തടുത്തുള്ള വീടുകളായിരിക്കും. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നിർമ്മാണ രീതി വന്നത്? കാശിൽപ്പാത്തി കൽപ്പാത്തി എന്നറിയപ്പെടുന്ന കൽപ്പാത്തി തമിഴ് ബ്രാഹ്മണൻ പാലക്കാട് ചുരം താണ്ടി കേരളത്തിലേക്ക് വരുന്നതും ചെങ്കോട്ട വഴി കൊല്ലം തിരുവനന്തപുരത്തിലേക്ക് എത്തുന്നു. പാലക്കാട് എത്തിയ തമിഴ് ബ്രാഹ്മണരുടെ കൂട്ടമായിട്ടാണ് ഇങ്ങോട്ടെത്തുന്നത്. ആദ്യം എത്തിയത് പഴയ കൽപ്പാത്തി അഗ്രഹാരത്തിലാണ്. തമിഴ് ബ്രാഹ്മണൻ്റെ ആവാസ കേന്ദ്രം മുഴുവൻ ഒരു ചെയിൻ പോലെ കണ്ണിയായിട്ട് ഉള്ള വീടുകളാണ് ഈ അഗ്രഹാരങ്ങൾ. അതിൽ സൂചിപ്പിക്കുന്നത് നമ്മളെ ജീവിതത്തിൽ ഈ ബന്ധത്തിന് വലിയൊരു പ്രാധാന്യമുണ്ടെന്നും ഈ ബന്ധമാണ് നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ നയിച്ചു കൊണ്ടുപോകുന്ന ഘടകം എന്നുള്ളൊരു സൂചന കൂടി ഇതിലുണ്ട്. വീടുകൾക്കുണ്ട് പ്രത്യേകതകൾ. വരൂ. വീടുകൾ മിക്കതും ഇങ്ങനെ നീളത്തിലായിരിക്കും. കിടപ്പുമുറിയും സ്വീകരണമുറിയും അടുക്കളയും പൂജാമുറിയും എല്ലാം ഈ രണ്ട് ചുവരുകൾക്ക് ഉള്ളിൽ. ഈ ചുവരിന് തൊട്ടപ്പുറത്ത് മറ്റൊരു വീടാണ്, അതിനപ്പുറത്ത് മറ്റൊന്ന്.